أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പിരിസത്തോ സഹോദര സഹോദരിമാരെ, സർവശക്തനായ ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഭൂമിയുടെ മേലിൽ ജീവിക്കുള്ളതായ അവകാശ തന്നിട്ട് അനുഗ്രഹിച്ചതാണ്. ഈ ഭൂമിയുടെ മേലിൽ എത്ര വർഷം ജീവിക്കുക, അത്രത്തോളം അള്ളാഹുവിനെ തഖ്വ സ്വീകരിച്ചിട്ട് റബ്ബുക്ക് മാത്രം ഇബാദത്ത് എടുത്തിട്ട് യഥാർത്ഥമായ മുത്തഖീത് മുഅ്മിനീത് ജീവിക്കಬೇಕಂತ ಎಲ್ಲರೂ ಪ್ರಯತ್ನ ಹಾಕುವಂತ ವಸಿಯತ್ ಹಾಕ್ರಿ. ഒരു നാള് ഒരാൾ ಬಂತು നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കേൾത്ത്, അറഅയ്ത ഇദാ സല്ലൈതു സ്വലവാത്തുൽ മക്തൂബാത്ത് വസുംതു റമദാൻ വഅഹ്ലൽതുൽ ഹലാൽ വഹറംതുൽ ഹറാം വലം അസീദ് അലാ ദാലിക ഷൈഅ. ഞാൻ നിസ്കരിக்கிற 5 വക്ത്, അതേപോലെ റമദാനിൽ നോമ്പടിക്കല്, ഹറാമായതിന് ഹറാമായിട്ട് കാണെ, ഹലാലായതിന് ഹലാലായിട്ട് കാണെ, അതിൽ തെല്ല് യാറാക്കല്ല. ഞാൻ അദ്ഖുലുൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുവാനാണ്. ഇതെല്ലാം ആക്കി ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുക സാധ്യത ഉണ്ടാ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഅം, അതെ, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുക. ഖാല വല്ലാഹി ലാ അസീദു അലാ ദാലിക ഷൈഅ. അല്ലാഹുവിന്റെ മേൽ സത്യ, ഇതിരക്കാൾ തെല്ലു ഞാൻ യാറാക്കല. ചിന്തയിൽ പോയിട്ട് അപ്പൊ ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടു സ്വർഗത്തിക്ക് പ്രവേശിക്കുള്ള അമൽ എന്തിനുണ്ടാ, അതിനെ മാത്രം ആക്കൊണ്ട. നരകത്തിക്ക് പോകേണ്ട അമൽ കൊറിയുണ്ട്, അതിനൊക്കെയിടയ്ക്ക് ഞങ്ങൾ ഒരിക്കലും ബോധ്യമാണ്. ഈ റമദാന്റെ മുഖാന്തരം ഞങ്ങൾക്ക് എങ്ങനെ സ്വർഗത്തിൽ പോവാം, എങ്ങനെ ഞങ്ങൾക്ക് പുണ്യകർമാക്കിയിട്ട് സ്വർഗത്തിൽ എൻട്രാവാം എന്നതിന് ഞങ്ങൾ ആരെങ്കിലും ആലോചന ആക്കിയാണ്. റമദാന് 18 ഒരു ഓഫർ ആയിട്ട് റമദാൻ ഞങ്ങൾക്ക് കൊറിയ നാളുടെ ഒരു വർഷം റമദാനില്ല, ഒരു തിങ്കൾ മാത്രം 30 നാൾ എണ്ണപ്പെട്ട കൊറിയ നാൾ. ആ എണ്ണപ്പെട്ട നാളിൽ ഞങ്ങൾക്ക് എത്ര ദിക്ർ ചൊല്ലുക സാധ്യമുണ്ട്, എത്ര നിസ്കരിക്കുക സാധ്യമുണ്ട്, ഫർദകളും കറക്റ്റ് ആയിട്ടാക്കണം. അതിലൊട്ട് റവാത്തിബ് സുന്നത്തും ജാവുര തറാവി നിസ്കാരവും ഇങ്ങനെ അമൽ സ്വാലിഹാത്തിൽ മുങ്ങിത്തിക്കണം. ഈ റമദാൻ തീരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ചരിത്ര കാണാൻ, ജണ്ടാല് ഇസ്ലാം സ്വീകരിച്ച നബിയുടെ മുട്ട ഇസ്ലാം സ്വീകരിച്ചിട്ട് ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തെ ഷഹീദായി യുദ്ധാക്കിച്ച്, ഇനൊരാൾ 1 വർഷം പിന്നായിട്ട് മരണപ്പെട്ടത്. ത്വൽഹത്ത് ഇബ്ൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ചൊല്ലി, നാന് ഫറഅയ്തു ഫിൽ മനാമി, കിനാവ് ഞാൻ കണ്ടേ, ബൈന അന ഇൻദ ബാബിൽ ജന്ന ഇദാ അന ബിഹിമാ ഫഖറജ ഖാരിജ മിനൽ ജന്ന ഫഅദിന ലില്ലദീ തുവഫി അൽ ആഖിർ മിൻഹുമാ. സ്വർഗത്തിക്ക് ഷഹീദായ ആളെക്കാളും മുന്നോളൂ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ മനുഷ്യരെക്കാളും മുന്നോളൂ, പിന്നൊരു വർഷം ജീവിക്കുക അവകാശം കിട്ടിയിട്ട് ജീവിച്ചിട്ട് ഷഹീദാവാട്ടമേ സാമാന്യമേ ബെഡിൽ കിടന്നേ ഉറങ്ങിയാണ് അയാൾ സ്വർഗത്ത് പോയി. എന്ത് കാരണം? എന്തോ
ഈ വിഷയത്ത് മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു നബിയോട് ചെന്നു. ഫഅജിബു ലിദാലിക, ആളന്മാരെല്ലാം ഈ വിഷയം കേൾത്താമത്ത് ആശ്ചര്യപ്പെട്ട, അങ്ങ് ആശ്ചര്യപ്പെട്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്താമത്തുകെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട് എന്തിനാ ആശ്ചര്യപ്പെടവുള്ള വിഷയം എന്തിനോ. فقال يا رسول الله هذا كان أشد الرجلين اجتهادا ثم استشهد ودخل هذا الآخر الجنة قبله. ഷഹീദായ ആളെക്കാളും അയാളായി സ്വർഗത്ത് പോയി. അപ്പൊ അത് നബിസാസം ചെന്നോ, അയാൾ ഒരു വർഷം ആരാ ജീവിച്ചിട്ടല്ലേ, അതിൽ ഒരു റമദാൻ കിട്ടിത്തല്ലേ റമദാൻ ഫസാമ. അയാൾ ഇന്നൊരു വർഷം ജീവിക്കോ ചാൻസ് കിട്ടിയിട്ട് ഒരു റമദാനിടി നോമ്പടിച്ചിട്ട് ചൊമ്മ നിസ്കാരം ആരാക്കിയിട്ട് وصلى كذا وكذا من سجدة في السنة. ഇത്ര നബിയുടെ സുന്നത്ത് പ്രകാരം വന്നത് ഇത്ര സുജൂദ് അയാളിട്ട്, അതുകൊണ്ട് തൈത്തിക്കര് അയാള് ഫസ്റ്റ് ആളെക്കാളും ഷഹീദായതിനെക്കാളും മുന്നോട്ട് അയാൾ സ്വർഗത്ത് പോയത്. ഇപ്പോൾ റമദാൻ എഷ്ട കിട്ടിത്താ മതി, അതിൽ അമലാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സ്വർഗത്ത് വേഗം പ്രവേശിക്കാം. ഞങ്ങൾ അമലാക്കിയിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കളിച്ചിട്ടും IPL നോക്കിയിട്ടും മൊബൈൽ ഗെയിം കളിച്ചിട്ടും ഇന്നിത്തര ചട്ടുവെട്ടിക്കെല്ലാം ഏർപ്പെട്ടിട്ട് ഞങ്ങളെ ടൈം വേസ്റ്റ് ആക്കിയിട്ട് ഈ റമദാൻ തിങ്കളിൽ ഞങ്ങൾ വേസ്റ്റ് ആക്കിയെങ്കിൽ സ്വർഗത്ത് മുന്നോളും പ്രവേശിക്കുക സാധ്യമില്ല. ഞങ്ങളെ മുഖ്യ വിഷയം എന്തോ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ട് സ്വർഗം കിട്ടണം. ദുനിയാവ് ശാശ്വതമല്ല. ഒരു കൊറിയ നാൾ 60 അല്ല 70 ജീവിക്കും. ഞങ്ങൾ അപരൂപത്തിൽ ആരെങ്കിലും 100 വർഷം ജീവിക്കും, അല്ല 100 ചില്ലര ജീവിക്കും. ഈ തുച്ഛമായ ജീവിതത്തിൽ ഞങ്ങൾക്ക് എന്ത് കാലം മാറിട്ടു അർസ, എന്ത് കാലം മാറിട്ടു നഞ്ചി, എന്ത് ഞങ്ങൾ അർസ കാട്ടോളൂ, എന്ത് ഞങ്ങൾ ദ്രോഹാക്കോളൂ, വഞ്ചനാക്കോളൂ. കൊറിയ നാളല്ലേ. എത്ര മരണത്തെ വാർത്ത നിങ്ങൾ കേട്ടോളൂ. പ്രതി നാളിലും ഞങ്ങൾ എത്രമാ മരണത്തെ വാർത്ത കേട്ടോണ്ടേയുള്ള. ഞങ്ങൾ ബദലാവണ വന്നോണ്ടുണ്ടാ. ഞങ്ങളെ സമുദായത്തിൽ ഞങ്ങളെ നിരരംഗ ആറും മൗത്തായ, അല്ലെങ്കിൽ ഞങ്ങളോ റായത്ത് ഞങ്ങളെ സംബന്ധത്തെ ആറും മൗത്തായ. ഒരു നാള് നിങ്ങൾക്ക് ബേജാർ, 3 നാൾ നിങ്ങൾക്ക് ബേജാറേക്കും. പിന്നെ ഞങ്ങൾ അതേപോലെ പല സ്വഭാവത്തിൽ പോതിയ. പാടനങ്ങ ഞങ്ങ മരണത്തെ വാർത്ത കേൾത്താൽ ഞങ്ങൾക്ക് ബേജാറും ദുഃഖവും. നാം നല്ലാവണോ, നാം മോമിനാവണോ, നിസ്കരിക്കണം, ജമാഅത്ത് വരണോ, അത് ഇത് ചെന്നിട്ട് ഞങ്ങൾക്ക് ചുമ്മ ഫീലിംഗ് ഉണ്ടായി. ഞങ്ങൾ റായത്തൊരാള് നോമ്പ് കൊണ്ടാണ് മരണപ്പെട്ടത്. അയാളെ മോണോർത്ത പള്ളിക്ക് വന്നോണ്ടില്ല. അയാളെ മരണത്തെ വാർത്ത, മരണത്തെ ബേജാറില്, ടെൻഷനില് ഡെയിലി ഫജ്ർ ഒന്നാമത്തെ സഫിൽ വന്ന് അച്ചർക്കൊള്ള ഒരു ഫീലിംഗ് ആയി ബദലാവണ ചാൻസ് കിട്ടി. ആയെങ്കിലും വലിയ നാൾ കഴിഞ്ഞ പിന്നെ ആ ഫീലിംഗ് ഇല്ലാത്ത അവധിയാണ്. ഞങ്ങൾ ഈമാൻ റിനീവൽ ആയത് പാഠനങ്ങൾ റിട്ടേൺ ജഹാലത്തിന് പോത്തീറ. അതിന് ഈ സന്ദർഭത്തിൽ അർത്ഥാക്കോട് മനസ്സിലാക്കോണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പർക്ക് പത്തി 3 വട്ടം ആമീൻ ചെന്ന്. ആമീൻ ചെന്ന് കാര്യം എന്തിനേണ്ട സ്വഹാബാക്കന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇട്ടു. പിന്നെ കേട്ട എന്ത് നിങ്ങ സാമാന്യമായിട്ടൊരു സ്വഭാവം എനിക്ക് ഇങ്ങനെ മിമ്പർ 10 ആമീൻ ചെണ്ടതില്ല. ഒരു പ്രത്യേകമായ ഒരു ആമീൻ എന്ത് ചെന്നാർ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇട്ടു കേട്ടപ്പ മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ജവാബ് ചെന്നെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ആ മിമ്പർ 10 ജിബ്രീൽ വന്ന് ചെന്ന് യാ മുഹമ്മദ് മൻ അദ്റക അഹദ വാലിദൈഹി ഫമാത
ഫദഖല النار فأبعده الله. ദുആ എന്തേ? ഒന്നാമത്തെ ദുആയും ജിബ്രീൽ അലൈഹിസ്സലാം ഏതെങ്കിലും ഒരാൾക്ക് വയസ്സായതായി ഉമ്മ അബ്ബമാരുള്ള ഏജായി അബ്ബമ്മമാർ ഹയാത്തിലുള്ള, ഇനി ഏജായില്ലെങ്കിലും ഹയാത്തിലുള്ള, എന്നിട്ട് അവന്റെ ഹയാത്ത് കാലത്തിലെ ആ അബ്ബയും ഉമ്മയും മരണപ്പെട്ടു പോയാൽ അബ്ബനും ഉമ്മരെയും ഹിദ്മത്തിട്ട് സ്വർഗത്ത് പ്രവേശിക്കാൻ സാധ്യയില്ല. ഉമ്മാപ്പ ആക്കേണ്ടതായ സേവയാക്കിട്ട് ഉമ്മാപ്പ കൊടുക്കേണ്ടതായ എന്തിനുകൊണ്ട് അത് കൊടുത്തിട്ടു സ്വർഗത്ത് പ്രവേശിക്കാൻ സാധ്യയില്ല. അവന് നരകത്തിൽ പ്രവേശിക്കട്ടെ. അവനങ്ങനെ നരകത്തിൽ പ്രവേശിച്ചല്ലേ, അവന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യത്തിൽ ഇത് ദൂറാക്കട്ടെ ചെന്ന് ജിബ്രീൽ ദുആർന്നപ്പ ഞാൻ ആമീൻ ചെന്നു. എത്ര ആലോചന ആക്കേണ്ട വിഷയല്ലേ ഞങ്ങളെ ഔത്തുലു ഞങ്ങളെ അബ്ബമ്മമാർ വയസ്സായില്ലേ. മക്ക അബ്ബമ്മരെ കൊണ്ടുപോയി ഭദ്രാശ്രമം തള്ളതുള്ള അങ്ങനത്തെ മക്ക ഉണ്ടെങ്കിൽ ഈ റമദാനിൽ ബദലാവണം. റമദാന്റെ ചേഞ്ചസ് വരണം. റമദാനോട് കൂടെ ഇങ്ങനെ എന്നു മുന്നുള്ള എൻ്റെ അബ്ബമ്മക്ക് ദൂറാക്കില്ല, കൊടുക്കേണ്ടതെല്ലാം കൊടുക്കുറേ, ഹിദ്മത്ത് എടുക്കറേ, വേണ്ടത് കൊടുക്കുറേ, തിരിച്ച കാട്ടേ, എല്ലാം നല്ലതുപോലെ അബ്ബകുമ്പം ഹിദ്മത്ത് എടുക്കറേ ചെന്നിട്ട് തീരുമാനാക്കണം, പ്രതിജ്ഞാക്കിയെങ്കിൽ സ്വർഗത്തിൽ പോവാം. ഈ റമദാനോട് കൂടെ ഞങ്ങൾക്ക് സ്വർഗത്തിൽ എത്താം. അബ്ബമ്മരെ പിർസത്തിലെ അള്ളാഹുവിന്റെ പിർസ, അബ്ബമ്മരെ അർസത്തിലെ അള്ളാഹുവിന്റെ അർസ. അബ്ബമ്മ ഞങ്ങളോട്ട് അർസ കാട്ടിട്ടുണ്ടെങ്കിൽ അതേപോലെ അള്ളാഹു ഞങ്ങളോട്ട് അർസ കാട്ടുക. അബ്ബമ്മ ഞങ്ങളോട്ട് തൃപ്തിയായിട്ട് നാ കൊടുത്തതും ഖിദ്മത്താക്കിയതും വേണ്ടതെല്ലാം കൊടുത്ത എന്നതിൽ എല്ലാത്തിനും തൃപ്തിയായിട്ട് പിർസത്തിലുള്ള ഉമ്മ കണ്ടോട്ടു മനസ്സിൽ തൃപ്തിപ്പെടും. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സ്വർഗത്ത് പ്രവേശിക്കാൻ ചെന്നിട്ട് അപ്പൊ ഞങ്ങൾ ആലോചന ആക്കണ ആ വിഷയ ഉമ്മപ്പന കിട്ടിയൊരു നിയമത്ത് പഠിച്ചോട്ടെ അങ്ങോട്ട് ഉച്ചേനെ ചെല്ലപ്പളെ കുറിച്ചെന്ന് ഖുർആൻ ചൊല്ലും. എത്ര ഉമ്മ അബ്ബമ്മമാർ മക്കളെ മക്ക എത്ര മക്ക അബ്ബമ്മമാരെ കൊണ്ട് ഇത് ദൂരാക്കല്. 5 മക്ക ഉണ്ടെങ്കിൽ അവള് നോക്കട്ടെ, ഓണ് നോക്കട്ടെ ചെന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും ആളന്മാരെ എതിരില് മക്കളെ എതിരില് വേറെ ഭേദഭാവ കാട്ടോ. നാളെ ഹിദ്മത്ത് നിനക്ക് പുണ്യം കിട്ടുമല്ലേ ചെല്ലെ നീയത്ത് വേണം. എത്ര കിട്ടണോ, എത്ര നാളത്തോളം എൻ്റെ ഒട്ട് മുമ്പ് ഇന്നങ്ങനെ എത്ര പുണ്യം കിട്ടി അത്ര നാള് ഹിദ്മത്ത് എടുക്കും, തയ്യാറാവണോ, ആവേശം കാട്ടണം, ഇൻട്രസ്റ്റ് കാട്ടണോ. അപ്പൊ മര വിഷയത്തില് വലിയ ഏജ് അയക്കുന്ന അബ്ബമ്മയും ഞങ്ങളെ ഉണ്ടെങ്കിൽ അങ്ങനെ ബേസായ ടൈമിലേക്ക് ഇത് ഞങ്ങൾക്ക് ഹിദ്മത്ത് വേണ്ടത്. ഏജായപ്പ ബേസായപ്പ അങ്ങ് യങ്ങായപ്പ ഞങ്ങളെ ഹോസ്പിറ്റലിൽ കൂട്ടിയോട്ട് പോയിരാ, കോളേജിൽ കൂട്ടിയോട്ട് പോയിരാ, സ്കൂളിൽ കൂട്ടിയോട്ട് പോയിരാ, ചുത്ത കൂട്ടിയോട്ട് പോയിരാ. വേണ്ടിയ ഉടകല്ല മക്ക ചെന്ന അവിടെ പിൻസത്തില് കൂട്ടിയോണ്ട് പോയിട്ട് കളിപ്പാട്ടിയങ്ങ ദീന് പഠിപ്പാട്ടകൂ, സ്കൂൾ പഠിപ്പാട്ടു, കോളേജ് പഠിപ്പാട്ടകൂ, എല്ലാം ആക്കി തന്നങ്ങ ഏജായിട്ടാ മത്ത് ഞങ്ങ യങ്ങായിട്ടുള്ള അപ്പ അബ്ബമ്മ വേണ്ട. അബ്ബമ്മരെ ദൂരാക്കതായ ഒരു അവസ്ഥ മോമിനായ മനുഷ്യരുടെ ലക്ഷണമേ അല്ല. മോമിനായ മനുഷ്യ ചെന്ന അബ്ബമ്മരെ ആ എത്രയാണ് തിരിച്ചവെച്ചിട്ട് നോക്കേണ്ടത് അവന്റെ ബാധ്യതയ്ക്ക്. അത് എല്ലാവരും അറിയണം. എവിടത്തോളം ചെന്നെങ്കിൽ ഹിദ്മത്ത് എടുക്കണമെങ്കിൽ ഇഷ്ടമുള്ളെങ്കിൽ ആവശ്യം അറിഞ്ഞങ്ങ പുണ്യത്തെ മനസ്സിലാക്കിയെന്ന് എവിടത്തോളം ചെന്നെങ്കിൽ സൗദി അറേബ്യയിൽ വെച്ചിട്ട് കൊറിയ വർഷം മുന്നോളും കോട്ടത്തോളം എത്തിയത് എന്തിനോ ഒരു ഉമ്മരെ നോക്കുന്ന വിഷയത്തിൽ വലിയ മോനൊട്ടികമേ ഉള്ള ചെറിയ മോണോ കേട്ടിട്ടും ഉമ്മരെ കൊടുക്കില്ല. എനക്കും താ ചാൻസ് ഹിദ്മത്ത് എടുക്കോ കൊടുക്കില്ല.
ലാസ്റ്റ് ആ ചെറിയ മോൾ കോർട്ടിൽ പോയി എനക്കും കിട്ടണം ചെന്നിട്ട് കോർട്ടിൽ പോയിട്ട് അവൻ ജഡ്ജിക്ക് എടുത്ത് ഉമ്മരൊട്ടുക നിങ്ങൾക്ക് ആരൊട്ടുക പോകില്ല ഇഷ്ട നിങ്ങൾക്ക് ആരൊട്ടുക പോകും മനസ്സ് ചെന്നിട്ട് ഏതെങ്കിലും ഒരു ഉമ്മ ചെല്ലുക അവനൊട്ടുക ചെന്ന് ചെണ്ടാളും ഇഷ്ടനക്ക് ലാസ്റ്റ് കോർട്ടിലെ തീരുമാനം എന്തിനായി ಗೊತ್ತುಂಟ ഇത്ര വർഷത്തോളം വലിയ മോണ് നോക്കിയല്ലേ ഏത് ചെറിയ മോണും നോക്കട്ട് ചെന്ന് കോടതി തീരുമാനം അതിൽ വലിയ മോണും കണ്ണ് തണ്ണിട്ടോടെ ഇതിൽ പോയത് അപ്പൊ ഇങ്ങനെ ഉമ്മപ്പര മേല് ഹിദ്മത്ത് എടുക്കുകൊള്ളതായ ആവേശം ഇഷ്ടമുള്ള ഇത്രയും ആക്രാറിന്റെ അർത്ഥം ഇനൊരു ആമീൻ എന്തൊരു ಗೊತ್ತುಂಟ يا محمد من أدرك شهر رمضان فمات فلم يغفر له فأدخل النار فأبعده الله അവനക്ക് റമദാൻ തിങ്കൾ കിട്ടിയിട്ട് റമദാൻ തിങ്കൾ ആയാത്തിലുള്ള അൽഹംദുലില്ലാഹ് ഈ വർഷത്തെ റമദാൻ കിട്ടില്ല പള്ളിക്ക് പോയി നിസ്കരിക്കും തറാവീഹ് പറയും സദഖാത്ത് കൊടുക്കും പുണ്യകർമ്മ ദിക്റും ദുആയും തൗബയും ആക്കിയിട്ട് ഈ തിങ്കളിലെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തും നമുക്ക് അവകാശം കിട്ടിയത് അങ്ങനെ അവകാശം കിട്ടിയിട്ട് അവന് മോൻ മരണപ്പെട്ടു പോകുമ്പത്തേക്ക് അവന്റെ പാപ ദോഷം മാഫായില്ല എന്തുകൊണ്ടത് മാഫായില്ല അവന് പുണ്യകർമാക്കിയിട്ടില്ല റമദാൻ കിട്ടിയിട്ടും ആള് മൊബൈലിൽ IPL നോക്കിയോട്ടുണ്ട് നല്ല ചാവും പുണ്യത്തിൽ ഇപ്പൊ സീസൺ അല്ല IPL അതിലേക്ക് ബിസിയോ നിസ്കരിക്കും തറാവീഹ് പോകും ടൈമില്ല അള്ളാഹുവിന്റെ കിതാബ് ഔത്തുൽ ഷെൽഫിൽ ചന്തത്തിൽ വെച്ചിട്ടുണ്ടോ അതിലെടുത്തിട്ട് ഓതകും ഒരക്ഷരം ഓതിയെങ്കിൽ 10 പുണ്യ കിട്ടതായ കിതാബ് ഞങ്ങളെ കയ്യില് വെച്ചിട്ട് ഞങ്ങൾ ഷെൽഫിൽ ചന്തത്തിൽ വെച്ച് മെയ്യാവില്ലേ അതിലെടുത്തിട്ട് ഓതണോ ഇല്ലെങ്കിലാവണോ ഗെയിം കളിക്കുന്നതിൽ ബിസി അല്ലെങ്കിൽ റോഡിലൂടെ ചിത്രത്തിൽ ബിസി ಇನ್ನಿತರ അനഗത്യമായ ചട്ടുവട്ടികളോട് ബിസി ഖുർആന അതേപോലെ ദിക്റ് ചൊല്ലുക നിസ്കരിക്കുക കറക്റ്റ് ടൈം വന്നിട്ട് ഏതും ടൈമില്ല ബിസിയായ ജീവിതമല്ലേ നല്ല കാര്യത്തിൽ ബിസിയായെങ്കിൽ അള്ളാഹു നാളെ പ്രതിഫലം തരും വെടക്ക് കാര്യത്തിൽ ബിസിയായെങ്കിൽ നാളെ അതിന് തക്കതായ ശിക്ഷയും അള്ളാഹു തരും അങ്ങനെ ആ മനുഷ്യ റമദാൻ അവന് കിട്ടിയിട്ടും അവനു സ്വർഗത്ത് പ്രവേശിക്കായില്ല അവൻ നരകത്ത് പ്രവേശിച്ച അവന്റെ ദോഷം മാഫായി കിട്ടിയില്ല അങ്ങനത്തെ ആൾ നിന്ന് അള്ളാഹുരെ റഹ്മത്തിൽ നിന്ന് ദൂരാവട്ടു ചെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ദുആർന്നിട്ടാമ്പത്ത് ഞാൻ ചെന്ന് മഹാനായ റസൂൽ കരീം ചെന്ന് മൂന്നാമതായിട്ട് ഇത് ഞങ്ങളെ റായത്തിൽ കൊറിയാളന്മാർ മിത്തിമീറിയിട്ടുള്ള മൂന്നാമത്തെ ആമീന്റെ വിഷയം കൊറിയാളന്മാർ കംപ്ലീറ്റ് ഇല്ലാണ്ട് വൈറാണ് അതെന്തരോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ല് വമൻ ദുഖിർതു ഇൻദഹു ഫലം യുസല്ലി അലൈക ഫമാ തദഖല النار ഫഅബദഹു അല്ലാഹ് ഖുൽ ആമീൻ ഫഖുൽ ആമീൻ നിങ്ങൾ എതിരില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് ചൊല്ലപ്പെട്ടു റസൂലുള്ളാഹ് യാ റസൂലുള്ളാഹ് റസൂലുള്ളാഹ് പേര് കേട്ടു ഇപ്പൊ ഞാൻ റസൂൽ വച്ചത് അതേപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് കേട്ടപ്പോഴും സലാത്ത് ചെന്നില്ല കേട്ടിട്ടും സലാത്ത് ചെന്നില്ല നബിയുടെ മേലിൽ സലാത്ത് ചെന്ന് നബി കയ്യിൽ ദുആ ആയിട്ടിരിക്കരുത് മൈക്ക് കെട്ടിയിട്ട് ജോറിൽ ചെല്ലേണ്ടതല്ല സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നിട്ട് ഇങ്ങനെ മൈക്ക് കെട്ടിയിട്ട് ആളമാർക്ക് കാട്ടൊക്കെ പണിയെ ചെല്ലേണ്ടതല്ല ഏത് സലാത്ത് ഞങ്ങൾക്ക് പുണ്യം കിട്ടും ഒരു സലാത്ത് നബിയുടെ മേൽ ചെന്നെങ്കിൽ ഞങ്ങൾക്ക് 10 പുണ്യം അല്ലാഹു തരണം ഒരു സലാത്ത് ചെന്നെങ്കിൽ ആ സലാത്ത് തയ്യാറാക്കണ്ടേ ഇബ്രാഹിം സലാത്ത് തയ്യാറാക്കാൻ ചെല്ലാം നബിയുടെ പേര് കേട്ടപ്പ അപ്പമേ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലണം നബിമാരെ പേര് കേട്ടപ്പ അലൈഹിസ്സലാമു ചൊല്ലണം അപ്പൊ ആ സലാത്ത് നിങ്ങളെ പേര് ചെല്ലപ്പെട്ടത് സലാത്ത് ചെന്നില്ലേ അവനു
അങ്ങനെ മരണപ്പെട്ടു പോയല്ലേ, അവന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യത്തിൽ നിന്ന് ദൂരാക്കട്ടെ, റഹ്മത്തിൽ നിന്ന് ദൂരാക്കട്ടെ. നിങ്ങൾ ആമീൻ ചൊല്ലോ യാ നബിയേ യാ റസൂലേ. ചെന്നപ്പോ ഞാൻ ആമീൻ ചെന്ന മൂന്നാമത്തെ ആമീൻ അതേ സലാത്ത് നാരിയത്തുണ്ടും. ആ സലാത്ത് ഞങ്ങളുടെ സമുദായത്തിൽ സലാത്ത് നാരിയ, നരകത്തിൽ പോട്ടെ സലാത്ത്. നാസിയാണ്ട് ഇരിക്കുന്നത് നാസിയ, ഇബ്രാഹിം നാസി ചെന്ന ആളുണ്ടാക്കിയത്. അതില് ഡോട്ട് ഉണ്ടല്ലേ, റാരമേലൊരു ഡോട്ട്, അത് ഇല്ലാണ്ട് ഇത് ഓതുമ്പോ എന്താ മാഞ്ഞു പോയി. അതിന് പിന്നെ എന്താ ഇട്ടത് നാസിയരോട് നാരിയണ്ട. അതിനുള്ള എന്തോ അള്ളാഹുടെ സിഫത്തിലോ നബിക്ക് വെച്ച് കൊടുക്കണം. അത് ശിർക്കൻ സലാത്ത് എത്തിക്കും. പിന്നെ താജ് സലാത്ത് കിട്ടുന്നു, വേറെ സലാത്ത്. നബിക്കും ഖുർആനും ഹദീസും സഹാബാക്കന്മാർക്കും പരിചയമില്ലാത്ത ചെറിയ ചെമ്മ സലാത്ത് അതേത് ചെല്ലപ്പോണ്ട. ഇബ്രാഹിമി സലാത്ത് വേറെ രൂപത്തിൽ ഹദീസിൽ വന്ന് അതിന് എത്ര മാക്സിമം ചെല്ലാം. സലാത്ത് പാർസലില്ലേ ഞങ്ങളുടെ സമുദായത്തിൽ? സലാത്ത് പാർസലുണ്ട്. നബിക്ക് സലാത്ത് പാർസലാക്കും കൂടെ ചേർന്നിട്ട്. അങ്ങനെ യാസീൻ പാർസലാക്കൂ, ദിക്ർ പാർസലാക്കൂ. അങ്ങനത്തെ പാർസൽ ഒരു സമ്പ്രദായ ഇസ്ലാമിൽ ഇല്ല. സ്വന്തം ആ ചെന്ന് നക്ക് കിട്ടൂ, നിങ്ങൾ ചെന്ന് നിങ്ങൾക്ക് കിട്ടൂ, അബ്ബ ചെന്ന് അബ്ബ കിട്ടൂ. അബ്ബ മരണപ്പെട്ട പിന്നെ അബ്ബയുടെ മേലൊരു യാസീൻ ഹദിയ. ആറ് പ്രായത്തോർ വലിയ ആൾ മരണപ്പെട്ടു പോയി, അയാളുടെ മേലൊരു സലാത്ത് ദിക്ർ ഹദിയ. മരണപ്പെട്ട പിന്നെ കിട്ടില്ല. ഹയാത്തുള്ളപ്പോ എന്തിനാക്കി അത് നമുക്ക് കിട്ടും. അങ്ങനെ ആക്കി മാത്രം ഞാൻ സ്വർഗത്തിൽ പോവാം. ഈ റമളാന്റെ മുഖാന്തരം അത് പഠിച്ചിട്ട് ജീവിതത്തിൽ ഞങ്ങൾ പ്രാക്ടിക്കൽ ആക്കണം. പിന്നെ ഞങ്ങൾ നോമ്പുടെ വിഷയത്തിൽ നോമ്പ് തുടങ്ങുമ്പോഴത്തേക്ക് ഞങ്ങൾ ആയത്ത് കേൾക്കണം അല്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്ക് മുന്നൽ കഴിഞ്ഞങ്ങളെ പേരിലും നിങ്ങൾക്ക് മുന്നൽ കഴിഞ്ഞു പോയങ്ങളെ മേലെ നോമ്പ് നിർബന്ധാക്കി, നിങ്ങളെ മേലെ നോമ്പ് നിർബന്ധാക്കി വെച്ചത് എന്ത് വരയില്ല. അല്ല തത്തഖൂൻ, നിങ്ങൾ തഖ്വ ഉള്ളതാവണോ ചെന്നിട്ട് ഞങ്ങളുടെ തഖ്വ ഉണ്ടാകും. തഖ്വ ചെന്ന് എന്ത് ഞങ്ങൾ തഖ്വാണ് കേൾക്കണം. തഖ്വയുടെ മീനിങ് എന്തിനോ എല്ലാ ഹറാമായതും പൊട്ടുത്തു, എല്ലാ വാജിബായതും ആക്കിത്തി, അതിലൊട്ടു പ്ലസ് സുന്നത്തുമാക്കണം. അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കണം. ഇത്തഖുല്ലാഹ ഹഖ തുഖാതി. നിങ്ങൾ തഖ്വ സ്വീകരിക്കേണ്ട പോലെ സ്വീകരിക്കൂ. തഖ്വ സ്വീകരിച്ച് എന്താവും? യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാന. അള്ളാഹു ചൊല്ല, നിങ്ങൾ തഖ്വ ഉള്ളതാണ്ടായെങ്കിൽ നിങ്ങളെതിരിൽ നേരെന്തോ കളവെന്തോ ഹക്കെന്തോ ബാത്തിലെന്തോ ഓപ്പണായിട്ട് അള്ളാഹു കാട്ടും. തഖ്വ ഉള്ളതാവണം. പഠിച്ചോലെ പേടി വേണം. ഒരു കളവ് ചെല്ലുമ്പോൾ മനസ്സിൽ പേടി വേണം. എത്ര ആൾമാർ എത്ര കളവ് ചെല്ലാം. ഗീബത്ത് ചെല്ലുമ്പോൾ ഇന്നോടത്തെ എണ്ണുമ്പോൾ മനസ്സിൽ പേടി വേണം. ഇന്നോടത്തെ പരിഹാസ്യാക്കുമ്പോൾ ദൂറുമ്പോൾ മനസ്സിൽ പേടി വേണം. ഖബറിൽ കിടക്കുന്ന നാട്ട് അവിടെ മുൻകർണയ്ക്ക് കേൾക്കണങ്ങളുണ്ട്. മൺറബ്ബുക മാദീനുക റബ്ബാറിന്റെ ദീനെ ഇസ്ലാമേ എന്ന് ചൊല്ലിട്ട് ഞങ്ങൾ ആരും ഒരാളെ മയ്യത്ത് പോകുമ്പോൾ മനസ്സിൽ വിചാരിക്കണം, നാളെ ഇതേ മയ്യത്ത് കട്ടിൽ നണ്ടേ വെച്ചോണ്ട് പോകുന്നുണ്ട്. ഇത് ഞാൻ അവന്റെ മയ്യത്ത് എടുത്തോണ്ട് പോയോണ്ടല്ലേ, എൻ്റെ ഉമ്മല മയ്യത്ത് പോയോണ്ടല്ലേ, പാപ്പല മയ്യത്ത് പോയോണ്ടല്ലേ. നാളെ ഒരു നാല് ഇതേ മയ്യത്ത് കട്ടിൽ നണ്ട് കിടത്തിട്ട് കൊണ്ടുപോകൊണ്ടു ഇണ്ട്. ನಾನು ಇನ್ನೊಡ್ತಾರೆ ಉಮ್ಮರ ಅಬ್ಬರೇ ಮಯ್ಯತ್ತು ಕುಳಿಪಾಟಿ ಉಂಡುಲ್ಲೆ. ನಾಳೆ ಇದೇ ಮಯ್ಯತ್ತು ಕಟ್ಟಿಲ್ಲಿ ಇದೇ ಕುಳಿಪಾಟ ಜಾಗ ನಂಡೆ ಕಟ್ಟಿ ತಾಳಮಾರು ಕುಳಿಪಾಟುವಾರ ನಂಡೆ മയ്യത്ത് കട്ടിയിൽ കെട്ടിയതും പള്ളി കുട്ടിയോണ്ട് പോയിട്ടോണ്ട് ഖബർസ്ഥാനം പോകുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ ആ മയ്യത്ത് കട്ടിയിൽ പൊറുക്കുമ്പോഴത്തേക്ക് വിചാരം പറഞ്ഞു, ഈ ഉമ്മരൊക്കെ ജാഗൽ നാളെ നാട് കിടക്കൊണ്ടു നണ്ടിങ്ങൾ ആറ് വൈറ്റിക്ക് പോവാറ്. ആ വിചാരം വന്നെങ്കിൽ ഖബറിന്റെ വിചാരം വന്നെങ്കിൽ ഞങ്ങൾക്ക് സ്വർഗത്തിൽ കൊണ്ടതായ അമൽ ആരാക്കി ജീവിക്കുക സാധ്യമാവും. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ചരിത്രം എത്രമാപ്പെട്ട കേട്ടെന്നല്ലേ, എത്രമാപ്പെട്ട മനസ്സിലാക്കിയത്. എപ്പോഴും സ്വർഗച്ചെന്നും കരയില്ല, നരകത്തെ വിശിച്ചെന്നും കരയില്ല, ഖബറിനെ വിശിച്ചെന്ന സാത്ത്
കരഞ്ഞ പണിത്ത് എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ കേട്ടല്ലോ, പരലോകത്ത് ഒന്നാമത്തെ ഖബറേറ്റികൾ അവിടെ വിജയിച്ചതോട് പിന്നെ വിജയിച്ചാണ്ട് അർത്ഥം. അവിടെ ഒന്ന് സോർത്ത് പോയെങ്കിലും അവിടെ ഒന്ന് കുടുങ്ങിപ്പോയെങ്കിൽ പിന്നത്തെ അവസ്ഥ എല്ലാം കുടുങ്ങിപ്പോയാണ്ട് അർത്ഥം. ഖബർ ജീവിതത്തെ വിഷയത്തിൽ രക്ഷണ കേൾക്കുന്നുണ്ട്. ഞങ്ങളൊട്ട് നിസ്കാരത്തിൽ ചെന്നിട്ട് അല്ലാഹു നബി اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. ഫസ്റ്റ് ഞങ്ങൾ കേൾക്കുറോ ഖബറിന്റെ ശിക്ഷ തൊട്ട് അല്ലാഹു എന്റെ സലാമത്താക്കി വെച്ചിട്ട് ആ ഖബറിൽ രക്ഷ വേണം. നിങ്ങളുടെ തൗഹീദ് വേണം, തഖ്വ വേണം. ചുമ്മത്തെ ആളമാരുടെ സമുദായത്തിൽ തൗഹീദില്ല. ദുആരക്കിൽ അല്ലാഹു ഒരു കൂട്ടം തൗലിയാക്കന്മാരുണ്ട്. ദുആരക്കിൽ അല്ലാഹു അല്ലാതെ അമ്പിയാക്കന്മാരുണ്ട്. ദുആരക്കിൽ അല്ലാഹുരെ സൃഷ്ടിമാരുണ്ട്. ദുനിയാവിനെ കൺട്രോൾ ആക്കണമേ സിയം മടവൂർ ചെല്ല എവിടുത്തോളെത്തി ദുനിയാവുരമേ കൺട്രോൾ അള്ളാഹുവിന്റെ കയ്യിലല്ല. സിയം മടവൂർ ചെറുതായ ഔലിയരെ കയ്യിലേറ്റിക്കറിന് ചെല്ലം കൊണ്ട അള്ളാഹുവിന്റെ കയ്യിലേറ്റിക്കറി ദുനിയാവുരെ കൺട്രോൾ. അള്ളാഹുക്കൊരു സ്വരം മലായിക്കന്മാർ കൊടുത്തുറ മലബർ പാട്ടകോ കാത്തുകെ വഹി നബിಗೆ എത്ത് പാട്ടകോ ചെല്ലുകെ കൊരി കൊരി മലായിക്കത്ത് മരണത്തെ മലക്കുൽ മൗത്തുണ്ടു റോഹറ് പിടിക്കുന്ന മലക്ക് അങ്ങനെ കൊരി മലായിക്കത്മാർ ഇങ്ങനെ ഒരു ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടല്ലാണ്ട് ആരും അള്ളാഹുവിന്റെ നിയന്ത്രണം തപ്പിത്തെന്ന് പോയിക്കൊണ്ടില്ല. ഫ്ലൈറ്റ് മൂലകാമ്പത്ത് ആ ഫ്ലൈറ്റ് എഞ്ചിൻ തട്ടിട്ട് അയാൾ റിപ്പയർ ആക്കിയിട്ട് അങ്ങനെ അയാൾ വെച്ച ഫ്ലൈറ്റുള്ള എല്ലാവരും വെച്ചവായ ഫ്ലൈറ്റിൽ നിന്ന് ഒരാള് ആ സിയം മടൂരെ പേരിൽ ഒരു ഹദിയ എന്തോ ഒരു യാസീൻ ഓതി ഹദിയാക്കി തെല്ല് പറഞ്ഞിട്ട് എണിച്ചിട്ടാമത്തെ ആ വെച്ചവ ഫ്ലൈറ്റിൽ നിന്ന് വെച്ചത് അങ്ങനെ ചരിത്ര വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ഇങ്ങനെ പ്രചാരക്കൊണ്ടേയുള്ള അള്ളാഹുരെ പൊട്ടു അള്ളാഹുരെ സൃഷ്ടിമാരപ്പെട്ട മനുഷ്യന്മാർ പോയിട്ടുണ്ട്. റമദാൻ കൊണ്ടത് പഠിക്കുന്നു തൗഹീദ്. റമദാൻ കൊണ്ടത് തൗഹീദ് പഠിക്കും. ഇന്നാലെ കഴിഞ്ഞു പോയിത്തല്ല് പോലെയിൽ ബദ്രീങ്ങൾ ആണ്ടാക്കിയ റായത്തിൽ ബദ്രീങ്ങളൊട്ടും സഹായ കേൾക്കുന്നത് അങ്ങനൊട്ട് തൗഹീദിലെ കത്തി വയ്ക്കുന്നതായ ഒരു ആചരണ എന്തോ അങ്ങ ബദ്രീക അള്ളാഹു വേണ അള്ളാഹുരെ മാത്രം ദ്വാരക്കോണോ തൗഹീദിന് വേണ പോരാട്ടം നടത്തിങ്ങ അള്ളാഹുരട്ടും ആവും അള്ളാഹു എല്ലാത്തങ്ങോട്ടും ആവും ചെന്ന് ഒരു വിഭാഗവും അള്ളാഹുരട്ടും മാത്രം ദ്വാരക്കോണി ഈ ഭാഗത്ത് അള്ളാഹു മാത്രം ചെന്നിട്ട് കേൾക്കുന്നൊരു വിഭാഗവും ഐതിക്ക് പരസ്പരം യുദ്ധം നടന്നു. ആ ചരിത്രം നാം പോകുന്നത് ഇഷ്ടപ്പെടില്ല. ഇവിടെ ചർച്ച ആയിട്ട് ഏതായാലും അങ്ങനെ ബദ്രീകളാണ്ടാക്കും ഇസ്ലാമിലും അലൗഡില്ല. വിദഗ്ധ നബി ബദ്രി യുദ്ധം നടന്ന് പിന്നെയും കുറച്ച് ജീവിച്ചിട്ടുണ്ട് നബി. ആയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മരിച്ചങ്ങളെ പേരിൽ ഒരു ഖത്തം തീർക്കാം അല്ലെങ്കിൽ ഒരു സ്വീറ്റ് കൊടുക്ക എന്തും ആക്കിയിട്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ തൗഹീദ് എന്തിനു പഠിക്കണം. അറിയോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തിനെ ചെന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെന്ന് എന്തിനെ ചെന്നിട്ട് ഞങ്ങൾ എല്ലാവരും പഠിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷർത്തുണ്ടോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് റുക്നുണ്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെന്നെങ്കിൽ ലാ ഇലാഹ ഒന്നാമത്തെ റുക്ൻ, ഒരു ഇലാഹും ഇല്ല ഇല്ലല്ലാഹ് അല്ലാഹു അല്ല രണ്ടാമത്തെ റുക്ൻ. എല്ലാ ആരാധ്യന്മാരും നിഷേധിച്ചു എല്ലാ ഇബാദത്തും അല്ലാഹു മാത്രമാവണം ചെന്നിട്ട് ആ വിശ്വാസം നിങ്ങളുടെ തക്കോട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ നോമ്പ് കൊടുത്ത് ഫായിദാവല്ല. ഇപ്പൊ ജാവുള്ള നിസ്കരിക്കുമ്പോൾ ഉറക്കു വച്ചിട്ട് വേണ്ട ദീർഘമായി സുജൂദിട്ടാണ്. റമദാൻ അല്ലാത്ത ടൈമിൽ നമ്മൾ ദീർഘമായി തഹജ്ജുദ് നിസ്കരിച്ച് സുജൂദിട്ടാണ്. എല്ലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഖിയാമത്തിലെ ധൂളിപെട്ടാക്കി വിടുക. തൗഹീദില്ലാണ്ട് മരണപ്പെട്ടു പോയെങ്കിൽ അത് കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കണുണ്ടായെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ തൗഹീദ് ശരിയാവണം. തൗഹീദ് ഇല്ലെങ്കിൽ സ്വർഗ പ്രവേശിക്കാൻ ഒരിക്കലും സാധ്യമില്ല. കിനാവുൽ കാരണം മാത്രം ഷിർക്കാക്കിയെങ്കില് സ്വർഗ ഹറാമായിത്തീരും. സ്വർഗത്തിന് പരിമള കിട്ടല, സ്വർഗത്തെ മുട്ടത്തിന് എത്തല.
അവിടെ അല്ലാഹു നരകത്തെ തീയിൽ കാലാകാലം ഇട്ട് പൊട്ടാൻ പച്ചവാവുക സാധ്യയില്ല. അള്ളാഹു ചെല്ലോ, അള്ളാഹು ಚಂದಾಯಿತು ವಿಶ್ವಾಸ ಚೆಲ್ಲೋ ನೀನು ಆಕಾಶದತ್ತರ ಭೂಮಿಯತ್ತರ ದೋಷ ಹಾಕಿದ ബന്ധങ്ങളും നന്റെ കണ്ടുമുട്ടുമ്പത്തിന് ശിർക്കാക്കാത്ത അവസ്ഥ എന്നെ കണ്ടുമുട്ടിയെങ്കിൽ നീ എത്ര പാപം കൊണ്ടു വന്നരെ നിന്നോട്ടൊരു ശിർക്കില്ല എന്ന കാരണം കൊണ്ട് എനിക്ക് അത്രമേ ദോഷത്തെ മാഫാക്കി നാത്തണ്ടേ. സുബ്ഹാനല്ലാഹ്. തൗഹീദ് ഉണ്ടെങ്കിൽ അവനക്ക് പരലോക വിജയമുണ്ട്. നാളെ ഖിയാമത്തിലുണ്ട് അല്ലാഹുവിന്റെ നബിയുടെ ശഫാഅത്ത് കിട്ടണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നോ നന്റെ ശഫാഅത്ത് വേണ അവನು ആര് കിട്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെന്നിട്ട് ജീവിച്ചിട്ട് അതേപോലെ ജീവിച്ചിട്ട് മരിച്ചു പോയോ അല്ലാത്തവർക്ക് ശഫാഅത്ത് കിട്ടല നബിയോ. അങ്ങനെ തൗഹീദ് ഉള്ളത് ആവണം എന്നത് മാത്രം സ്വർഗപ്രവേശം. തൗഹീദ് ഇല്ലെങ്കിൽ അതേപോലെ ഇഖ്ലാസ് ഇല്ലെങ്കിൽ ആക്കിയ അമലെല്ലാം നിഷ്ഫലമായിട്ട് എവിടുത്തെ നബിമാരുണ്ടെങ്കിൽ അള്ളാഹു ചെന്ന ചുമ്മ നബിമാരെ പേര് ചെന്നെത്തി അള്ളാഹു ചെന്നാല് ഇങ്ങ ഒരുവേള ശിർക്കാക്കിയെങ്കിൽ നിങ്ങളെല്ലാം അനുഭവത്തിൽ അവസാനത്തെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടും കൂടെ ചെന്ന് നിങ്ങാലും ശിർക്കാക്കിയ നബിയെ നിങ്ങളെ അമലെല്ലാം ബാത്തിലായി പോകും. നിങ്ങൾ നഷ്ടകാര്യമാരോട് പോയി എത്തുവാറ് ചെന്നിട്ട് ആർക്കും എത്ര വലിയ ആളായെങ്കിലും തൗഹീദില്ലെങ്കിൽ രക്ഷണയില്ല, എത്ര വലിയ ആലിമായിട്ടൊന്നും രക്ഷണയില്ല, എത്ര വലിയ ലീഡറായിട്ടൊന്നും രക്ഷണയില്ല. അത് കഴിഞ്ഞ നിന്റെപ്പയും ദച്ചപ്പയും എവിടെ പോകുമ്പോഴും ഏ ജാഗലും ഏ സന്ദർഭത്തിലും മനസ്സില് തൗഹീദിനാ തപ്പിപ്പോയിട്ടായിട്ടുള്ളതായി ആ ഒരു ചിന്തന ജീവിക്കണോ. എറുമ്പുനികളെ തടികെ എറുമ്പ് ഞങ്ങളെ കേറി പണ്ട് കൊത്താവാത്ത പോലെ ഗോപ്യമായിട്ട് അതേപോലെ നിങ്ങളെ തടിക ശിർക്ക് വന്നു പോകൂ. ജാഗ്രത വയസ്സുകൾ മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടിപ്പാടി തന്നെ ഞങ്ങളെ ദുആഗർഹനായ റബ്ബ് മാത്രമായിരിക്കും. വേറെ ഒരാളും നിങ്ങൾ ദുആഗർഹനായ ആളല്ല. അർഹനാവുന്നുണ്ടെങ്കിൽ എന്തെല്ലാം ക്വാളിറ്റിക്കോ ഒരാളുണ്ട് മരിക്കാണ്ടിക്കോ എപ്പോൾ അയാത്തിക്കോ സീക്ക് ബാധിക്ക തീര ആയാസ ബച്ചലുണ്ടാവും തീര ഉറങ്ങവും തീര ഉറങ്ങിങ്ങെന്താവും കൺട്രോൾ തപ്പിപ്പോ ഉറങ്ങവും തീര ഇങ്ങനെ പഠിച്ചുകൊണ്ടുള്ള സിഫത്ത് എന്തുണ്ടോ അത് ഉള്ള ഇനൊരാളുണ്ടെങ്കിൽ അയാളോട്ട് വരയ്ക്കും. അതുള്ള ഒരാളും ഇതിനെയാവില്ല. അപ്പൊ അത് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ മനസ്സിലാക്കും. പിന്നെ ഈ നോമ്പ് ചെല്ലുന്നുണ്ടല്ലേ ഒരു സബർ കിട്ടതായ ട്രെയിനിങ് എത്തിക്കുന്നത് നോമ്പ്. വേറെ ടൈമിൽ പാവപ്പെട്ടവൻ എത്ര പാവപ്പെട്ടവൻ തിന്നുകില്ലാണ്ട് കഷ്ടപ്പെട്ടുകൊള്ള തിന്നുകില്ല പൈസ ഇല്ല ആർത്ഥികമായി കഷ്ടത്തിലുള്ള അപ്പൊ അങ്ങ് എത്ര കഷ്ടപ്പെട്ട് നിൽക്കുവാറ് ചെന്ന് ഞങ്ങൾ സ്വഭയിൽ പിടിച്ചിട്ട് മോദിത്തോളം തിന്നാണ്ടിക്കുമ്പോ പസി എത്രയും കഷ്ടം. അതുകൊള്ള ഒരു ട്രെയിനിങ് ഇത് നബിസ്വല്ലല്ലാഹു അലൈഹി എത്ര നോമ്പുകാരന്മാർ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂ. അതേപോലെ വറുബ്ബ ഖായിം ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ലൽ ശഹർ. നോമ്പിടിച്ച എത്ര മനുഷ്യന്മാർ അങ്ങക്ക് തിന്നാൻ തെച്ചിട്ട് പസി ഉണ്ടായിട്ടല്ലാണ്ട് വേറെ ഒന്നും കിട്ടാത്ത പൈസ തെച്ചാറ് സമയത്തോ അസത്തോളം പൈസ തെച്ചാറുണ്ടല്ല. ബായിക്ക് നോമ്പയത്തില്ല, ബായിക്ക് നോമ്പയത്തില്ല. എത്രയെത്ര ബെടക്ക് കർമ്മത്തിൽ ഞങ്ങളെ മുസ്ലിം ജനത്തെ അറിയപ്പെട്ട മനുഷ്യന്മാരുള്ള അറിവത്തുണ്ട്. ഇണ്ട് നാല് പേപ്പർ പണ്ട് എഴുതുകൊണ്ടുള്ള ഇത് ഓതുമ്പോ പേപ്പറിൽ പണ്ട് ന്യൂസ് ഗാഞ്ച സേവനാക്കിയിട്ട് എപ്പ ഈ റമദാനില് നൗസുബില്ല ഗാഞ്ച സേവനാക്കിയിട്ട് പോലീസിന്റെ വശത്തേക്ക് പേര് മുസ്ലിം പേര് മുസ്ലിം ചെന്റെ പേരിനാൽ നോമ്പ് തിങ്കളിൽ ഗാഞ്ച സേവനാക്കിയിട്ട് അതേ പേപ്പറിൽ ഇനൊരു ന്യൂസ് കാണ്ട് നിർബന്ധമുണ്ടാകും ഗാഞ്ച സാഗാട്ട സേവനാക്കിയ സാഗാട്ട ഒരുത്തരോട് ജാഗ്രത പാട്ടി അതും പേര് മുസ്ലിം വരുന്നത് ഈ നോമ്പ് തിങ്കളിലും കൂടെ. സുബ്ഹാനല്ലാഹ് നഊദു ബില്ലാഹ്. ഡ്രഗ്സ് ഹലാലായ സാമാനെടുത്ത് കച്ചവടാക്കി തിന്നോറും ആരോഗ്യ
ಇಟ್ಟಿಕೋಣ ಆಕ್ರದು ಸ್ವಲ್ಪ ಜಾವಿ ಉಪಯೋಗ ಹಾಕಿಟ್ಟಿಕ್ಕುವ ಅದೇ ತಿಕ್ಕನೆ ಸಂಚಂದ ಎತ್ತರ ನೋಂಬುಗಾರ ಮಾರ್ ಪೈಚಿ ತೆಚ್ಚಾರುಂಟಲ್ಲಾಂಡು ಬ್ಯಾರೆ ಎಂದೂ ಕಿಟ್ಟಿದ್ದಲ್ಲ എന്തു കിട്ടിയിട്ടില്ല തക്കവ ഇല്ല എല്ലാരും നോമ്പടിക്കും ഞാൻ നോമ്പടിച്ച ആവില്ല അള്ളാഹു കഡ്ഡായി ആക്കിയ ചെന്ന് പിടിക്കണോ ഞാൻ നോമ്പടിച്ചില്ല അവനെന്ത് ചെല്ലുവാ ഞാൻ ജമാഅത്ത് പള്ളിക്ക് പോയില്ല അവനെന്ത് ചെല്ലുവാ ഞാൻ തറാവിക്ക് വന്നില്ല അവനെന്ത് ചെല്ലുവാ ആ നിയത്ത് പറത്തീറ അള്ളാഹു എന്ത് ചെല്ലു അള്ളാഹു നിന്റെ നാളെ പിടിച്ചിട്ട് നരകത്തിയിടുമ്പോ അത് കേൾക്കില്ല ക്വസ്റ്റ്യൻ എന്തിനാക്കിയേ അപ്പനെന്റെ ജവാബ് എന്തിനേറ്റിക്കോ അതേ നിങ്ങളെ ആലോചന നിങ്ങളെ യോചന നിങ്ങളെ ചിന്തന മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടല്ല മനുഷ്യന്മാർ കൈയടി തന്നില്ലെങ്കിൽ കൈയടി വേണ്ടേ ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ പ്രശംസ വേണു അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടണു അത് കഴിച്ച് ഞങ്ങൾ അമലാക്കണോ നോപിടിച്ചിട്ടും ഞങ്ങൾ ഗീപത്ത് ചിലത് വിട്ടില്ലെങ്കിൽ പായിക്ക് ബീ കഴിച്ചില്ലെങ്കിൽ എന്തിനു ഫായിദ മോമിനിങ്ങൾ എത്ര മരണത്തെ ശ്രദ്ധി ഒരാൾ മറുത്ത പൂത്തു മരണപ്പെട്ടു പോയി പിന്നെ ഒരു കാറും ബൈക്കും ആക്സിഡന്റ് ആയിട്ട് ബസ്സും കാറും ആക്സിഡന്റ് ആയിട്ട് ബസ്സും ടൂ വീലറും ആക്സിഡന്റ് ആയി അടിയിൽ കൊത്തു മരണത്ത് ഔത്തിൽ ഇന്റർഹാത്ത് പോലെ ഭർത്തായിട്ട് പോയി ಗೊತ್ತಿಲ್ಲ ನಾನು ಹಿಂದೆ ಲಾಸ್ಟ್ ಬರ್ತಾವು ಇಂಡത്തെ ಸಭೆ ನಿಸ್ಕಾರ ಲಾಸ್ಟ್ ಅದನ್ನ ನಂಗೆ ಗೊತ್ತಿಲ್ಲ ನಂಗೆ ಕಾರು ಗೊತ್ತಿಲ್ಲ ರೀಸೆಂಟ್ಲಿ ನಂಗೆ ಆಕ್ಸಿಡೆಂಟ್ ಆಯ್ತು അൽഹംദുലില്ലാഹ് ആയുസ്സുള്ള കൊണ്ട് ബച്ചവാക്കിയ ഇങ്ങനെ ನಂಗೊತ್ತಿಕ್ಕಿಲ್ಲ ನಂಗೆ ಬರ್ತಾ ಇಟ್ಕೊಂಬತ್ತಿಗೆ ಅವತ್ತಲ್ಲಿಂದ ಇದು ನನ್ನ ಅವಸಾನത്തെ ಘಟ್ಟ ಇಟ್ಕೊಂಡು ಇದು ನಾನು ಲಾಸ್ಟ್ ಬರ್ತಾ ಇಟ್ಕೊಂಡು ನಂಗೊತ್ತಿಕ್ಕಲ್ಲ ಆಕ್ಸಿಡೆಂಟ್ ആവുമ്പത്തിക്ക് പുണ്യത്തെ തിങ്കളിലും കൂടെ അമലാർക്ക് ആവാണ്ട് പള്ളിക്ക് വരാൻ ആവാണ്ട് ഔത്തുൽ ബാക്കിയാ ഔത്തുൽ ലോക്ക്ഡൗൺ ആയിട്ട് ബാക്കി എത്ര മനുഷ്യന്മാരുള്ളത് വ്യവസായങ്ങളെ ആർത്തിക്കതേക്കണം എല്ലാവർക്കും ഉള്ളത് അതല്ലാണ്ട് അപ്പൊ ഞങ്ങ ബാല്യക്കാർ ഗാഡി കുടുംബത്തിൽ ജാഗ്രത ആക്കണം എന്തിന് റൂളുണ്ട് ഗവൺമെന്റ് അതിനെ ഫോളോ ആക്കണം പ്ലസ് അതിനല്ലാണ്ട് വേറെ ഞങ്ങൾ ജാഗ്രത ആക്കിയിട്ടും പണ്ടത് അത് ഞങ്ങൾക്ക് എന്തോ ആക്കണമില്ല മരണ അപ്പ വന്നോണ്ടുണ്ട് അപ്പൊ ഞങ്ങൾ ആലോചന നോമ്പടിക്കുമ്പോ ഒരുവേള ഈ വർഷത്തെ നോമ്പു ലാസ്റ്റ് എത്തിക്കൂ ചെന്നിട്ട് വ്യാജിച്ച് നോമ്പടിക്കും പണ്ടേ വർഷ ನಾನು ಇಕ್ಕುವಾಣ ಗೊತ್ತಿಲ್ಲ കഴിഞ്ഞ വർഷം ഞങ്ങളൊട്ട് ഇന്നങ്ങ നിസ്കരിക്കും ഇന്നങ്ങ നോമ്പ് തുറക്കും ഇന്നങ്ങ തറാവി നിസ്കരിക്കും ഇന്നങ്ങ എത്ര മരണപ്പെട്ടു പോയാൽ ഞങ്ങൾ കണ്ണിരുതിൽ കണ്ടുകൊണ്ട് ഇന്നങ്ങ ഈ വർഷം ഇല്ല അപ്പൊ അത് കഴിഞ്ഞ് നോമ്പിടിക്കുമ്പോ നല്ല ഇഖ്ലാസോടുകൂടെ ബായിക്കും നോമ്പാവണം കാലി ബായിക്ക് തിന്നതിന് മാത്രമല്ല ഞങ്ങൾ ആക്ടിവിറ്റീസും നോമ്പാവണം ആക്ടിവിറ്റീസ് നോമ്പായില്ലെങ്കിൽ കാല് തിന്നതും കുടിക്കുന്നതും മുട്ടുന്നു ഫായിദ ഇല്ലാണ്ടർത്ഥം എത്രമാ നോമ്പുകാരന്മാർ അവസ്ഥ അതയിക്കര് എത്രമാ ആളന്മാരെ നോമ്പരെ പരിസ്ഥിതി അതയിക്കര് ഇന്റെ ബായിക്ക് നോമ്പാവട്ടും സ്വാപകന്മാർ പണ്ഡിതന്മാർ പഠിപ്പാടിക്ക എവിടെ തുലച്ചെന്നെങ്കില് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് ചൊല്ലി അതേപോലെ പണ്ഡിതന്മാർ പഠിപ്പാടില്ല ഖബറിലുള്ളവരല്ലേ ആഗ്രഹിക്കുവാണ് ഖബറിലുള്ളവ ആഗ്രഹിക്കുവാണ് റമദാന്റെ ഒരു നാളെ കിട്ടി നല്ല എത്തിച്ചെന്നിട്ട് റമദാന്റെ പുണ്യത്തെ വിഷയം ചെല്ലപ്പെട്ടെങ്കിൽ റമദാൻ ചെന്ന് ഇത്ര പുണ്യത്തെ നിങ്ങളേറ്റിക്കറി ഇത്ര ഹൈറ നിങ്ങളേറ്റിക്കറി ചെന്നിട്ട് റമദാന്റെ ശ്രേഷ്ഠതലങ്ങളിട്ട് ചെല്ലപ്പെടങ്ങളെ തീർലെ പ്രസ്താവന ഞങ്ങൾ ചെല്ലുവാ റമദാന്റെ ഒരു നാളിനൊക്കെ കിട്ടിയെങ്കിൽ ഇത്ര നല്ല എത്തി റമദാന്റെ ഒരു നാളിനൊക്കെ കിട്ടിയെങ്കിൽ ഇത്ര നല്ല എത്തി ഞങ്ങൾ ചെല്ലുവാറ് ನಂಗೆ ಕಿಟ್ಟಿರಲ್ಲ ಅಲ್ಹಮ್ದುಲಿಲ್ಲ പോരട്ട് നോമ്പത്തോടെ കിട്ടിയിട്ട് എന്നും ഇൻഷാ അല്ലാഹ് വേണ്ടി കിട്ടും അത് കഴിഞ്ഞ റമദാനിലോ വേസ്റ്റ് ആക്കണ്ട റമദാനിലോ പുണ്യകർമാക്കിയിട്ട് പുണ്യത്തെ മേൽ പുണ്യാക്കിയിട്ട് എല്ലാ എന്തിനെല്ലാം ഹദീസിൽ വന്നത് എല്ലാം ഇതിന് വരവ് കൊണ്ടോ അവസാനത്തെ പത്തേറ്റിക്ക് ലൈലത്തുൽ ഖദ്റുള്ള പത്ത് ഈത്തിഖാഫ് ദീക്കുള്ളതായി അവകാശമുള്ള പത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തിഖാഫ് വെച്ചുകൊണ്ടിരുന്നത് അതിലൊട്ട് നബി വഫാത്തായ പിന്നെയും നബിയുടെ കുഞ്ഞായി മാറും ഈത്തിഖാഫ് പള്ളിയിൽ ബന്ധിച്ചതാണ് ഈത്തിഖാഫ് ദീക്കൽ ചെന്നെങ്കിൽ പള്ളിയല്ലാത്ത ഔത്തിലെ റൂമിൽ വെച്ച് ഈത്തിഖാഫ് ആവില്ല ഈത്തിഖാഫ് ദീക്കുന്ന പള്ളിയിലെത്തിക്കോളും പള്ളിയിൽ കൂട്ടോ
അഗത്യത്തിലല്ലാണ്ട് പുറത്തു പോകില്ല. ടോയ്ലറ്റിക്ക് പോവാ, കുളിക്കൊക്കെ പോവാ, ആവശ്യത്തിന് മാത്രം പുറത്ത് പോകും. ഇനി ഔത്തില് അല്ലെങ്കിൽ ഫുഡ് കൊമ്പത്തറ ആരും ഇല്ല, അങ്ങനത്തെ അവസ്ഥയിൽ പുറത്തു പോകല്ലാണ്ട് എല്ലാ വ്യവസ്ഥയും ഉണ്ട് എന്നെങ്കിൽ ഞങ്ങൾ പുറത്ത് പോകില്ല. പള്ളിയിൽ അതായത് പള്ളിയിൽ കൂട്ടും എന്ത് വെച്ച് ഉറങ്ങുന്നല്ല. പള്ളിയിൽ വന്നിട്ട് പരിഹാരം അറിയത്തിക്കാവും ചെന്ന് ഉറങ്ങാൻ പള്ളിയിൽ വന്ന് ചന്ത ഉറങ്ങും. സ്വഭ നിസ്കരിച്ച് ഉറങ്ങിയോളും, പിന്നെ ലോ നിസ്കരിക്കും. ലോ നിസ്കരിച്ച് ഉറങ്ങിയോളും, പിന്നെ അസർ നിസ്കരിക്കും. അസർ പിന്നെ തെളിഞ്ഞായിരിക്കും. അതീതിക്കാവല്ല ഇബാദത്തിൽ ഉറക്കുമേളയല്ല ചാവൂ. കൊറിയനാർ ഉറങ്ങണു, റാഹത്ത് തടിക്കലും സീക്ക് ബാധിക്കൂ. ഉറങ്ങൽ എത്ര കൊറിയനാർ ഉറങ്ങിത്ത് മോമിനികളെ ലക്ഷണതയ്ക്ക് അള്ളാഹു ചെന്നോ അങ്ങ് കൊറിയനാർ ചാവ് ഉറങ്ങുന്ന പിന്നെ ഇബാദത്തെടുക്കണം, ഇസ്തിഗ്ഫാർ കേൾക്കണം. അങ്ങനെ ഉറങ്ങുന്ന നീയത്തിൽ ആരും ഇരിക്കാവുന്നേക്ക് വരണ്ട. ഇബാദത്തിന്റെ നീയത്തിൽ എത്തിക്കാവുന്നേക്ക് വരൂ. അവസാനത്തെ 10 ഹയാത്താക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഹയാത്താക്കിയോണ്ട് ലാസ്റ്റ് 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 മന്തി എത്തിയെങ്കിൽ എന്തിനാക്കിയോണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടുവരെ കെട്ടി മുറുക്കി കെട്ടിയോണേ. എന്നിട്ട് കുടുംബങ്ങളെ എണിപ്പാട്ടിത്ത് ജാവുൽ ഹയാത്താക്കോ ചെന്നോണേ. ഇദാ ദഖലൽ അശ്റ ഹിയ അഹിയൽ ലൈൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ല ജാവുൽ ഹയാത്താക്കോ വഅയ്കൽ അഹ്ലഹു കുടുംബങ്ങളെ എണിപ്പാട്ടോ വജദ്ദ വശദ്ദ മിഅ്സറ നടുലെ മുറുക്കി കേട്ടോ ഇബാദത്ത്. അതായത് ഇബാദത്ത് കൈക്ക് റെഡിയാവോ വെച്ചിട്ട് അങ്ങനെ ആക്കിയാണ് ജാവുൽ ഹയാത്താക്കി വെച്ചിട്ട് അള്ളാഹുവെ പള്ളിയിൽ വന്ന് ഇത്തികാഫ് വെച്ചിട്ട് തറാവി നിസ്കരിക്കും, അതിൽ ചേർന്നു. ചെന്നോ മൻ ഖാമ മഅൽ ഇമാമി ഹത്താ യൻസരിഫ. ആരെങ്കിലും ഇമാമൊരൊട്ടുകു സലാം വീട്ടെടുത്തോളം ജാവത്ത് നിസ്കരിച്ചെങ്കിൽ കുതിബ ലഹു ഖിയാമുൽ ലൈൽ. അവന് കൈത്ത് ചാവിടി നിസ്കരിച്ചതായി ആള് ചെന്ന് അവന്റെ റെക്കോർഡ് എത്തപ്പെട്ടു. ഇതാക്കലാം ഇമാമൊരൊട്ടുകു സലാം വീട്ടെടുത്തോ രണ്ട് നിസ്കരിക്കണോ പോണ്ടോ, പിന്നെ ഇതെല്ലാം ഇത് പാട്ടു, പിന്നെ രണ്ട് നിസ്കരിക്കണോ പുറത്ത് പോണ്ടോ ചുന്തോ ഒരാൾ അങ്ങനത്തെ സ്വഭാവമുണ്ട്. ഇമാമ് സേരിങ് മാമൊരൊട്ടുകല്ലേ സലാം വിട്ടുകൊടുത്തോ ആ പുണ്യം പൂർത്തിയായിരിക്കും. അങ്ങനെ സലാം വിട്ടുകൊടുത്തോളി മാമൊരൊട്ടു സേരിങ് അവൾ കുത്തിപാല ഊക്കിയാമല്ലേ ചെത്ത് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപാടിത്ത് കുത്തുബാക്കി ചെത്ത് ഒക്കത് ഇന്നി ഉരീതു ലൈലത്തുൽ ഖദ്ർ തുമ്മ ഉൻസീതുഹാ. നക്ക് ലൈലത്തുൽ ഖദ്ർ എപ്പാ ചെന്നിട്ട് അല്ലാഹു കാട്ടി തന്ന എന്നിട്ട് നക്ക് തുമ്മ ഔ നുസിയതുഹാ ഒന്ന ഞാൻ മറന്ന് അല്ലെങ്കിൽ നക്ക് മറപ്പാട്ട പെട്ടെത്തി. അതുകൊണ്ട് ഫൽതമിസുഹാ ഫിൽ അശ്റിൽ അവാഖിർ ഫിൽ വിത്ർ. നിങ്ങൾ ലാസ്റ്റ് 10 വിത്റായിട്ട് അതിനെ തേടൂ. എങ്ങനെ വിത്രായിട്ട് 21, 23, 25, 27, 28 ഈ 5 നാള് ലൈലത്തുൽ ഖദ്ർ ആവുമ്പോൾ എല്ലാ സാധ്യതയുമുള്ള ഈ നാളായിട്ട് ഈ നാളിന് യാറമല അതിലോട്ട് അവസാനത്തെ 10 പൂർണ്ണമായി യാർ ഹയാത്താക്കോ. കുടുംബത്തൊട്ടുക വേണ്ട പള്ളി, കുടുംബത്തൊട്ടുക എണിച്ച് വേണ്ടോ ഇബാദത്തെടുക്കും. അങ്ങനെ ഈ അവസാനത്തെ 10 ഹയാത്താക്കുവായിട്ട് തയ്യാറാവണം. എന്തിനു ദുആ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെഞ്ഞായി ഞങ്ങളെല്ലാവരും ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് കേട്ട് യാ റസൂലല്ലാഹ് ഇങ്ങനത്തെ നാള് ലൈലത്തുൽ ഖദ്ർ ഉണ്ട്, ആയിരം ഞങ്ങൾ വിചാരിച്ചെങ്കിൽ ഇങ്ങനത്തെ നാളുണ്ടായെങ്കിൽ എന്ത് ദ്വാരക്കും ഉന്നതമായ നല്ല ദുആ പരിപാടി ചെറിയ ദുആ ചെല്ലോ കഷ്ടമില്ല. അല്ലാഹുവേ നീന് മാഫ് തണ്ടവോ, നീന് മാഫ് ഇഷ്ടപ്പെട്ടവോ, നക്ക് നീന് മാഫ് താറപ്പേ. അള്ളാഹുവിന്റെ കൈ വയ്ക്ക് കെഞ്ചിത്ത് കരഞ്ഞിട്ട് മാഫ് താറപ്പേ ചന്ദ്രപ്പുറത്ത് കേൾക്കണം. അവസാനത്തെ 10 ഡെയിലി പ്രാക്ടിക്കലാണ്.
അള്ളാഹുവിനോട് മാഫ് കേൾക്കുന്നതായി ആ ദുആ. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന ആരെങ്കിലും ലൈലത്തുൽ ഖദ്ർ രണ്ട് ചാവും നീണ്ടിട്ട് നിസ്കരിച്ചാൽ ഈമാനോട് കൂടെ വിശ്വാസം ശരിയാവുന്നു. ശിർക്കാക്കരങ്ങ ലൈലത്തുൽ ഖദ്ർ വന്ന് നിസ്കരിച്ചിട്ട് ഫായിദയില്ല, എന്ന് ഫായിദയില്ല. ഈമാനൻ അടിവര കെട്ടിട്ട് അടികരയിട്ടിട്ട് പഠിക്കണം. അർത്ഥാക്കോറും ഈമാനൻ വഹ്തിസാബൻ, പ്രതിഫലവും വേണു, ചെന്നുള്ള നീയത്തും വേണു, ഇഖ്ലാസ് വേണു. അതിലുള്ള ഈമാൻ രണ്ട് നീയത്തോടു കൂടെ ഓർത്ത ലൈലത്തുൽ ഖദ്ർ രണ്ട് ജാവുക നിന്നിട്ട് നിസ്കരിച്ചെങ്കിൽ അവന്റെ കല്ല് പോയ ദോഷമില്ല അല്ലാഹു സുബ്ഹാനല്ലാഹ് മാഫാക്കി തന്ന. ചെറിയ ചെറിയ ദോഷാവും, ശിർക്ക് മാഫാവില്ല, കബായിർ മാഫാവില്ല, ബഡ്ഡി, ഷിർക്ക്, അതേപോലെ യതീം മക്കളെ സ്വത്ത് കബളിച്ചിട്ട് വലിച്ചെടുത്തത്, സിന, മഹാപാപത്തിന് എണ്ണിലല്ല. അത് ഏത് മഹാപാപം അള്ളാഹു മാഫ് കേൾക്കണം ഉപചിക്കണേ. അള്ളാഹു ചെറിയ ചെറിയ ദോഷത്തെ ഒരു റമദാൻ കഴിഞ്ഞ റമദാന്റെ ഇടയിലുള്ള 4 ആക്കിയ ദോഷത്തോ, ഒരു നിസ്കാരം കഴിഞ്ഞ ഒരു നിസ്കാരത്തിന്റെ ഇടയിലാക്കിയ ദോഷത്തോ, ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞ ഒരു വെള്ളിയാഴ്ചയുടെ ഇടയിലുള്ള ദോഷത്തോ അള്ളാഹു ആ നോമ്പ് കൊണ്ടെത്തു, ആ വെള്ളിയാഴ്ച ജുമ കൊണ്ടെത്തു, 5 വക്ത നിസ്കാരം കൊണ്ടെത്തു. അള്ളാഹു നമുക്ക് മാപ്പാക്കുന്നത്, നമുക്ക് കഫാറ തൈറ്റിക്കണം, പായച്ച് തൈറ്റിക്കണം അള്ളാഹു നബി ചെന്നത്. അപ്പൊ അത് കഴിക്കുന്നങ്ങ അള്ളാഹുവെ നിസ്കരിക്കൂ, ഖിയാമുൽ ലൈൽ നിസ്കരിക്കൂ. ഇനിത്തര പുണ്യകർമാങ്ങൾ കഴിക്കുന്നങ്ങ മനസ്സിലാക്കണം, അർത്ഥാക്കണം, തയ്യാറാവണം. ലൈലത്തുൽ ഖദ്ർ ചെന്നെങ്കിലും 83 വർഷത്തെക്കാൾ ചില്ല ആക്രെ അമലിൽ കിട്ട പുണ്യ ഓരോ ചാവാക്കി കിട്ടും. സുബ്ഹാനല്ലാഹ്. അതേ അള്ളാഹു ചെന്നോ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്ർ ഖൈറുൻ മിൻ അൽഫി ശഹർ. 1000 തിങ്കളുടെ കാലം യാര പുണ്യമുള്ള ചാവൈക്കുന്നത്. ആ ചാവിനെ ഞങ്ങൾ ഹയാത്താക്കില്ലേ, പിന്നെ ഞങ്ങൾ എന്തൊരു ഹയാത്താക്കണം, പിന്നെ ഞങ്ങൾ എന്തൊരു പുണ്യം നേട്ടം. ആ ചാവിനെ കഡായമായി ഹയാത്താക്കണം. 1000 തിങ്കളാക്കിയ അമലിന്റെ പുണ്യ ഞങ്ങൾക്ക് ഒരു ചാവ് കൊണ്ട് തികിട്ട്. ആ ചാവ് അത്ര വലിയ പോലീസുകളുള്ള കാരണം എന്തോ ഖുർആൻ അവതീർണായത്. ഇതിനെയാവൂ അള്ളാഹു മാർഗദർശനായിട്ട് കടത്തിയോ, ഹുദല്ലിന്നാസായിട്ട് കടത്തിയോ കിതാബില്ലേ ഖുർആൻ. അത് അവതീർണായ തിങ്കളായ കൊണ്ടെത്തു. ആ ചാവ് അത്ര വലിയ പുണ്യം കിട്ടി. ആ കിതാബ് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾക്ക് പറയാനാക്കിയോട്ടില്ല. അത് അവതീർണായ ചാവ് അത്ര ശ്രേഷ്ഠതയുണ്ട്. ചെമ്മ അഭിപ്രായമുണ്ട് പണ്ഡിതന്മാർ. ഒരഭിപ്രായ പ്രകാരം അത് അള്ളാഹുവിന്റെ ജിബ്രീൽ അലൈഹിസ്സലാം കൊടുത്തതായ ചാവുണ്ട്. അതല്ല, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറാ ഗുഹയിലേക്ക് വന്ന് ഖുർആൻ കൊടുത്തില്ലേ. അപ്പ ആ ചാവൈത്തിക്കര് ആ ലൈലത്തുൽ ഖദ്ർ ആ ചാവൈത്തിക്കര് ചെന്നിട്ട് യാര പ്രബലമായ അഭിപ്രായം തെറ്റിക്കും. ആ ചാവുരണ ഒർക്കളും അല്ലകലയണ്ട, കടകണിസണ്ട, അതിലിണങ്ങ യൂസാക്കാത്ത ആളിൽ ചേർത്തീറ. സൂറത്തുൽ ദുഖാനിൽ അല്ലാഹു ചെന്ന ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. ഞങ്ങൾ ഈ ഖുർആന്റെ ബർക്കത്തുള്ള ചാവുനാക്കിറ. അതേ ലൈലത്തുൽ ഖദ്ർ ചെന്നതായ ബർക്കത്ത്. അപ്പൊ അത് ഞങ്ങൾ ഈ സന്ദർഭത്തിൽ അർത്ഥാക്കണം, തൗബ ചെയ്യണം, റബ്ബരോട് തൗബ ചെയ്തിട്ട് മടങ്ങണം. ഇന്നല്ലാഹു യബ്സുതു യദഹു ബില്ലൈൽ. അള്ളാഹുവിന്റെ കയ്യിലും മനുഷ്യന്മാരുടെ പാപ്പാക്കിയ കൈ നീട്ട. ആരെങ്കിലും യതൂബ മുസീഉൻ നഹാർ പോൾമാനത്തെ ടൈമിൽ ദോഷാക്കി അങ്ങ് തൗബാക്കറല്ലേ, തൗബാക്കല്ലേ, അങ്ങനെ തൗബ സ്വീകരിക്കും. അള്ളാഹു കൈ നീട്ട, റെഡി. അള്ളാഹു തൗബ സ്വീകരിക്കും, റെഡി ആയിട്ടുള്ള ഞങ്ങൾ ദ്വാരക്കുന്നത്. അള്ളാഹു കൊസിയായിട്ടിക്കരുത്, ഇഷ്ടമായിട്ടിക്കരുത്. അള്ളാഹു ചെന്നോ നിങ്ങൾക്ക് ഹദീസിൽ പഠിപ്പാണ്. അള്ളാഹു അവന്റെ കൈ ചാവുമാനപ്പോ നീട്ടി വയ്ക്കറ. അതായത് അവന്റെ കൈ ചെല്ലുമ്പത്തേക്ക് അവനു ഞങ്ങൾക്ക് തൗബ സ്വീകരിക്കുവാൻ റെഡിയായിട്ടുള്ള ജാവാക്കിയ ജാവിന്റെ ടൈമിൽ പോൾമാന ദോഷാക്കി അവന്റെ ദോഷത്തെ അവന് മാഫി
ചെയ്യട്ടെങ്കിൽ തൗബാക്കി തൗബ സ്വീകരിക്കുകയും അതേപോലെ അള്ളാഹു പോൽമാനത്തെ ടൈമിലു ഞങ്ങൾക്ക് ദോഷത്തെ മാഫാക്ക് റെഡി ആയിട്ടുള്ള അവന് കൈ നീട്ടിട്ടുള്ള ജാവ് ദോഷാക്കിയ തൗബ ചെയ്യുമ്പോഴത്തേക്ക് തൗബ സ്വീകരിക്കുവാനെ എവിടത്തോളം പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് ഇപ്പൊ സൂര്യ അസ്തമിക്കുന്ന ജാഗൽ നിന്ന് ഖിയാമത്ത് നാൾ ആവുക വേണേറ്റ് ആ സൂര്യ ഉദിക്കുന്നല്ലേ ആ നാളിലെടുത്തോളം തൗബ ഞങ്ങളുടെ സ്വീകരിക്കുന്നുണ്ടായെങ്കിൽ ഞങ്ങളുടെ തൊണ്ടര ഗുളിക്ക് രോഗി എത്രതിന് മുന്നോലും ഞങ്ങൾ തൗബ ചെയ്തിട്ട് അള്ളാഹുവിന് മടങ്ങിയെങ്കിൽ അള്ളാഹു ഞങ്ങളുടെ തൗബനെ സ്വീകരിക്കുക. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാവ് പ്രതിയൊരു നാളും 100 പെട്ടല്ല 70 പെട്ട അള്ളാഹുവിനെ തൗബ ചെയ്തിട്ട് മടങ്ങിയോണ്ടിട്ട് ദോഷ മുന്നൽ കല്ലിൽ പോയതും വരകുള്ള ദോഷത്തെ അള്ളാഹു മാപ്പാക്കി കൊടുത്ത മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ടും നബി ഒരു നാളിൽ 100 പെട്ട അസ്തഗ്ഫിറുല്ലാഹ് 100 പെട്ട അതുബിയിലേക്ക് ചെന്നോണ്ടിട്ട് ഞങ്ങൾ അത്രയും ചെല്ലണ്ടേ? എത്ര ദോഷമാണ് ആ ദോഷ കർമ്മത്തിൽ നിന്ന് മുട്ടുനിൽക്കവും ദോഷകർമ്മ ആക്കാണ്ടിക്കവും ഞങ്ങളെ കൊണ്ട് താവരെത്തര ഞങ്ങൾ തയ്യാറാവണം. മല്ലം യദഉ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തുആമഹു വശറാബ. ആലൻ കളവ് സാക്ഷി നിൽക്കുന്നതിന് മുട്ടില്ലെങ്കിൽ അതിന് സംബന്ധപ്പെട്ട അമൽ അവന് മുട്ടില്ലെങ്കിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് അവന്റെ നോമ്പ് കൊണ്ടെത്തു അള്ളാഹു ഹാജത്തുമില്ല. ഞങ്ങൾ നോമ്പിടിച്ചോണോ തൗബാക്കണോ ദിക്ർ ചൊല്ലണോ ദുആരക്കണോ ഖിയാമുൽ ലൈൽ നിസ്കരിക്കണോ അള്ളാഹുവിന്റെ കടക് ഇസ്തിഗ്ഫാറാക്കിട്ട് മടങ്ങണോ എല്ലാ പുണ്യകർമാക്കണോ ഖുർആൻ പാരായണാക്കണോ റമദാൻ തീരുമ്പത്തേക്ക് ഞങ്ങൾ ഒരു ഖത്തം തീർക്കോണേ ചെയ്ത് കണ്ടായില്ല ആയത്തിൽ യാറ ഓതവും അർത്ഥ സഹിത ഓതവും തയ്യാറാവണോ. റമദാന്റെ ഖുർആൻ അവതീർണായ തിങ്കള് ആ തിങ്കളിൽ ഖുർആൻ യാറെ പഠിക്കുന്നു യാറെ പറയുന്ന വാർത്ത പഠിക്കുന്നു തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാൻ തിങ്കളിലോ തീരുന്നതോടുകൂടെ ഞങ്ങളെല്ലാ ദോഷവും മാഫായിട്ട് അണ്ടും അപ്പെത്തക്കിടാവും എങ്ങന പരിശുദ്ധി പാപമുക്തനായിരിക്കുക അതുപോലെ പാപമുക്തനാവുക അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാൻ ആക്കിയതായ പുണ്യകർമ്മത്തെ എല്ലാം അല്ലാഹു ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കട്ടെ. അല്ലാഹുമ്മ തഖബ്ബൽ സിയാമന അല്ലാഹുമ്മ തഖബ്ബൽ ഖിയാമന അല്ലാഹുമ്മ തഖബ്ബൽ സദഖാതിന യാ റബ്ബൽ ആലമീൻ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയതായ എത്രമാ മനുഷ്യന്മാരുള്ള അങ്ങക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. രോഗപീഡിതമായി തൗത്തിൽ നിന്ന് ഭർത്താവ് സാധ്യാവാത്ത ക്യാൻസർ പോലത്തെ കിഡ്നി ഫെയിലായ പോലത്തെ മാരകമായ രോഗബാധിച്ച് എത്രമാ മനുഷ്യന്മാർ ഔത്തുലെ ബാക്കിയായങ്ങ മരണത്തിന് മുട്ടമുട്ടായങ്ങളുള്ള സീക്ക് ബാധിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ സീക്രയും ശിഫാഉൻ ആജിൽ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അങ്ങ് അല്ലാഹു ശിഫാ അനുഗ്രഹിക്കട്ടെ. അങ്ങ് ഈ ദുനിയാവുൽ ഈ ദുനിയാവുൽ നല്ല നല്ല അമലാക്കും പള്ളിക്ക് പറക്കും അല്ലാഹു ഇബാദത്ത് എടുക്കും നല്ലതായ ആരോഗ്യത്തെയും അല്ലാഹു ആഫിയത്തെയും അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. اللهم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا لا تجزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.